അവസാനമായിട്ട് നമ്മുടെ മിൻ യങ്ഷി എഴുതിയ ലെറ്റർ വായിച്ചിട്ട് അവനും അകത്തോട്ട് കയറി പോകും. അത് കഴിഞ്ഞ് ജയും അവൻ ഒരു ക്ലിനിക്ക് വന്നിട്ട് ഒരു പാർട്ട് ടൈമറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുന്നായിരിക്കും അവൻ എല്ലാ മരുന്നുകളെ കുറിച്ചും പഠിക്കുന്നത്. ആ ഡോക്ടർ ഇവനെ കണ്ടിട്ട് ഒരു വലിയ കമ്പനിയുടെ ഓണർ ക്ലിനിക്കിൽ പാർട്ട് ടൈം ജോബിന് വന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ടി വിക്കാരറിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആകും, പക്ഷെ നീ പറയാൻ സമ്മതിക്കത്തില്ലല്ലോ എന്നിങ്ങനെ ഡോക്ടറും പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ലീ ആണെങ്കിൽ നമ്മുടെ യങ്ഷിയുടെ അമ്മയെ കാണാൻ വന്നേക്കുന്നത്. അപ്പോഴാണ് യങ്ഷിയുടെ അമ്മയും ലീക്ക് ഇങ്ങനെ യങ്ഷിയെ വളയ്ക്കാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത ദിവസം നമ്മുടെ യങ്ഷിയും കഥ തുറന്നു നോക്കുമ്പോഴാണ് നമ്മുടെ മിൻ അവൾക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതി വെച്ചേക്കുന്നത്. ഇന്ന് രാവിലെ നിനക്ക് എക്സാം ഉണ്ട്, നീ മറക്കാതെ വരണം എന്നിങ്ങനെ അവനും എഴുതി വെച്ചേക്കുന്നത്. ഇതിങ്ങനെ യങ്ഷി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലിയ അവൾക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ, ഇന്ന് വൈകിട്ട് നീ എന്തായാലും ഫ്രീ ആയിക്കോ, ഞാൻ നിന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകുന്നത്. ഇത് വായിച്ചിട്ട് അവളും അവളുടെ അനിയന് ഫോൺ ചെയ്ത് എടാ ഇന്ന് എന്റെ ബർത്ത്ഡേയാ, നീ എന്നെ വിഷ് പോലും ചെയ്തില്ലല്ലോ. ഇത് കേട്ട അവനും നിന്നെ എല്ലാ സ്ഥലത്തു നിന്നും റിജക്ട് ചെയ്ത് പറഞ്ഞു വിട്ടെന്ന് അറിഞ്ഞല്ലോ, നീ ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണോ? അതിന് യങ്ഷിയും ആര് പറഞ്ഞു എന്നെ പറഞ്ഞു വിട്ടെന്ന്, ഞാനാ എല്ലാരും പറഞ്ഞു വിട്ട, പിന്നെ ഇപ്പൊ ഒരു കമ്പനി എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക, അവരെ കാണാൻ വേണ്ടി ഞാൻ പോവാൻ പോവുക എന്നിങ്ങനെ അവളും അനിയനോട് കള്ളം പറഞ്ഞിട്ട് മിൻ പറഞ്ഞ പോലെ അവളും ഇങ്ങനെ എക്സാം എഴുതാൻ വേണ്ടി അവളുടെ കാറിൽ വരും. അപ്പോഴാണ് നേരെ വന്ന ഒരു കാറ് അവളുടെ കാറിൽ ഇടിക്കുന്നത്. അവളും ഇങ്ങനെ ബാക്കിലോട്ട് നോക്കുമ്പോ അതൊരു ന്യൂസ് റിപ്പോർട്ടർ. ഇതേ ആളായിരിക്കും ഇതിനു മുമ്പ് നമ്മുടെ യങ്ഷിയുടെ വീട്ടിന് മുമ്പ് ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ അയാൾ വന്ന് കാർ ഇടിച്ചതും അയാൾ അറിയാതെ വന്ന് ഇടിച്ചതല്ല, അയാൾ നമ്മുടെ യങ്ഷിയെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് യങ്ഷിയുടെ കാർ നോക്കി വന്നിടിച്ചിട്ട് യങ്ഷി ഇങ്ങനെ പുറത്തു വരാൻ പറയുന്നത്. ഞാൻ നിങ്ങളുടെ കാർ ഇടിച്ച്, നിങ്ങൾക്കൊന്നും എന്നോട് പറയാനില്ലേ എന്നിങ്ങനെ യങ്ഷിയെ പുറത്ത് വിളിക്കുന്നത്. അയാളെ കണ്ട് യങ്ഷിയും എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ എന്നിങ്ങനെ അവളും പറയുമ്പോഴാണ് അങ്ങേര് പോവാതെ നമ്മുടെ യങ്ഷിയെ തന്നെ പുറത്തു വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം എല്ലാ റിപ്പോർട്ടേഴ്സും കൂടി നമ്മുടെ യങ്ഷിയുടെ കാറിനെ ചുറ്റിയിട്ട് നമ്മുടെ യങ്ഷി ഇങ്ങനെ പുറത്തു വരാൻ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം യങ്ഷി എടുത്ത് ഹന്യറെ കുറിച്ച് എങ്ങനെയെങ്കിലും ചോദ്യം ചോദിക്കണമെന്ന് വെച്ച് ഈ റിപ്പോർട്ടേഴ്സ് എല്ലാം പ്ലാൻ ചെയ്തായിരിക്കും ഒരു റിപ്പോർട്ടറിനെ മാത്രം പറഞ്ഞു വിട്ട് അവളുടെ കാർ ഇടിപ്പിച്ചത്. ഈ റിപ്പോർട്ടേഴ്സിനെ എല്ലാം കണ്ട് നമ്മുടെ യങ്ഷി എന്തോ ചെയ്യണമെന്നറിയാതെ അവളും ഇങ്ങനെ കാറിൽ തന്നെ ഇരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ മിന്നും എക്സാം ഹാളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ യങ്ഷി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന് പെട്ടെന്ന് ദൂരെ നിന്ന് കുറെ ശബ്ദം കേൾക്കുന്നത്. അവനും ഇങ്ങനെ അവന്റെ പവർ യൂസ് ചെയ്ത് കേൾക്കുമ്പോ അത് നമ്മുടെ യങ്ഷിയെ ചുറ്റി റിപ്പോർട്ടേഴ്സ് അവളെ ശല്യം ചെയ്യുന്ന ശബ്ദമാണ്. ഇത് കേട്ട് മിന്നു അവിടെ പോകുമ്പോഴാണ് ആ കാറിലിടിച്ച റിപ്പോർട്ടറും നമ്മുടെ യങ്ഷിയുടെ കാറിന്റെ കഥ തുറക്കാൻ നോക്കുന്നത്. ഇത് കണ്ട് മിന്നു അയാളുടെ കൈ പിടിച്ചിട്ട് ഞാൻ യങ്ഷിയുടെ ലോയറാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റാ, നീ ഇങ്ങനെയൊക്കെ ചെയ്താ നീ 7 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും, പിന്നെ 10 ലക്ഷം ഇതിന് ഫൈൻ അടക്കേണ്ടി വരും എന്നിങ്ങനെ അയാളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന എല്ലാവരോടും നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്തോ, ഇത് വല്ല സോഷ്യൽ മീഡിയയിലോ ടിവിയിലോ വല്ല വന്നാ ഞാൻ നിങ്ങൾക്കെതിരെ കേസിടും, പിന്നെ നിങ്ങളും ജയിലിൽ പോകേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞോടൻ അവരെല്ലാവരും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നിർത്തുന്നത്. നമ്മുടെ മിന്നെ കണ്ടിട്ട് യങ്ഷി ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് മാനേജർ മിൻ നമുക്ക് പോവാം എന്നിങ്ങനെ മിന്നിന്റെ കൈ പിടിച്ചിട്ട് അവളിങ്ങനെ മിന്നിനെ വിളിച്ചോണ്ട് പോകുന്നത്. അവളിങ്ങനെ കൈ പിടിച്ചോണ്ട് പോകുന്ന പെട്ടെന്ന് അവരെല്ലാം വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴാണ് അവിടെയുള്ള എല്ലാ ക്യാമറയിലും പെട്ടെന്ന് ബാറ്ററി തീർന്നു പോകുന്ന പോലെ നമ്മുടെ മിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് യങ്ഷി മിന്നെ കണ്ടിട്ട് എക്സാം ഹാൾ ഇവിടെ അല്ലല്ലോ, അപ്പൊ എന്റെ പരീക്ഷ എന്തായി എന്നിങ്ങനെ ഇവളും ചോദിക്കുമ്പോഴാണ് മിൻ പരീക്ഷയൊക്കെ എപ്പോഴേ തീർന്ന്, നീ എന്റെ കൂടെ വാ നമുക്കൊരു സ്ഥലം വരെ പോകാം എന്ന് പറഞ്ഞ് അവൻ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മ്യൂസിയത്തിൽ വന്നതിന് ശേഷം നമ്മുടെ യങ്ഷിയും നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന്, ഞാൻ ഇതേപോലത്തെ സ്ഥലത്ത് വന്നാ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോവും എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവളിങ്ങനെ പെട്ടെന്ന് അവിടെയുള്ള ഒരു ഹെയർ ക്ലിപ്പ് കണ്ട് അതിനകത്ത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇതേ ഹെയർ ക്ലിപ്പ് ആയിരിക്കും 400 വർഷത്തിന് മുമ്പ് നമ്മുടെ സോഹി യൂസ് ചെയ്തിരുന്നത്. ഇവളിങ്ങനെ ആ ഹെയർ ക്ലിപ്പ് തന്നെ നോക്കിയിരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ മിന്നും യങ്ഷിയെ തന്നെ നോക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് യു അവന്റെ വീട്ടിൽ കിടക്കുമ്പോഴാണ് സെമി അവന്റെ റൂമിന്റെ അകത്തേക്ക് കയറി വന്നിട്ട് യു ഉറങ്ങിക്കിടക്കുന്ന കണ്ട് അവന്റെ സാധനങ്ങളെല്ലാം എടുത്ത് നേരെ വെക്കുന്നത്. അപ്പോഴാണ് ഇവളും മിന്നിന്റെ ഫോട്ടോ കാണുന്നത്. അവളും മിന്നെ കണ്ടവുടൻ പെട്ടെന്നൊരു സംഭവം ആലോചിച്ച് നോക്കുന്നത്. സെമി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ലീക്ക് വേണ്ടി ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് അവനെ പ്രൊപ്പോസ് ചെയ്യാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലീ യങ്ഷിയെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അവളുടെ വീടിന് മുമ്പ് ഇരിക്കുന്നത്. ഇത് കണ്ടവുടൻ സെമി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യങ്ഷി ലീ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തട്ടിക്കളഞ്ഞിട്ട് അവൾ അവിടുന്ന് ഓടും. ഇത് കണ്ട് നമ്മുടെ ലീയും അവളുടെ പുറകെ തന്നെ ഓടും. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഓടുന്ന കണ്ടിട്ട് നമ്മുടെ സെമി അവരെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് യങ്ഷിയെ ഒരു ട്രക്ക് ഇടിക്കാൻ വരുന്നത്. ഇത് കണ്ട് സെമി ഇങ്ങനെ കണ്ണടച്ചിട്ട് തുറക്കുമ്പോഴാണ് യങ്ഷിയെ മിൻ രക്ഷിച്ച് അവന്റെ കൈ പിടിച്ചേക്കുന്നത്. ഇത് കണ്ട് സെമിയും അവർ രണ്ടുപേരും കൂടെ ചേർത്ത് അങ്ങ് ഫോട്ടോ എടുക്കും. ഇതെല്ലാം ആലോചിച്ചിട്ട് നമ്മുടെ യു വെച്ചിരുന്ന ആ ഫോട്ടോയും ഇവള് കൊച്ചാളി എടുത്ത ആ ഫോട്ടോ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ ആ 2 ഫോട്ടോയിലും ഒരാളാന്ന് അവൾക്ക് മനസ്സിലാകും. ഇത് കണ്ടിട്ട് അവളും ഷോക്കാവും. ഇതേ സമയം ലീയും യങ്ഷിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി അവനിങ്ങനെ കുറെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് യങ്ഷി ഫോൺ ചെയ്തിട്ട് നീ എന്തിനാ എന്നെ പാർക്ക് വരാൻ പറഞ്ഞ, നീ വല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടോ, എനിക്ക് ഈ ഡെക്കറേഷൻ ഒന്നും ഒട്ടും ഇഷ്ടമല്ല എന്നിങ്ങനെ യങ്ഷി പറഞ്ഞിട്ട് ഫോൺ കെട്ടിയും. ഇത് കേട്ടില്ലേയും അവിടെ നടക്കുന്ന ഡെക്കറേഷൻ എല്ലാം പെട്ടെന്ന് നിർത്താൻ പറയും. ഇതേ സമയം നമ്മുടെ യങ്ഷിയും മിന്നും കൂടി ഇങ്ങനെ കാറി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യങ്ഷി പറയുന്നത് എന്റെ കാർ ശരിയാക്കാൻ എത്രയാവും, ഞാൻ എന്തായാലും എന്റെ മാനേജറിനോട് ചോദിക്കട്ടെ എന്നിങ്ങനെ അവള് ഫോൺ വിളിക്കാൻ പോകുമ്പോ പെട്ടെന്ന് ആലോചിച്ചിട്ട് ഇനിയിപ്പോ എനിക്കാരും മാനേജർ ഇല്ലല്ലോ എന്നിങ്ങനെ അവളും വിഷമിച്ച് നമ്മുടെ മിന്നിനെ നോക്കിയിട്ട് ഈ സെമസ്റ്റർ ഇപ്പൊ തീരാൻ പോവില്ലേ, എന്തായാലും നീ വീട്ടിലായിരിക്കും, നിനക്കൊരു സൈഡ്
ജോബ് വേണോ? നിനക്ക് വേണമെങ്കിൽ എന്റെ മാനേജറായിട്ടോ ബോഡി ഗാർഡായിട്ടോ ജോലി ചെയ്യാം. ഇത് കേട്ട് മിന്നും നീ വെറുതെ ഒന്നും ആലോചിച്ച് കൂട്ടണ്ട, ഞാൻ നിന്റെ ബോഡി ഗാർഡായിട്ടൊന്നും ഇരിക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് നമ്മുടെ യങ്ഷി വിഷമിച്ചുകൊണ്ട് പറയുന്നത്, ഞാൻ കൊച്ചാൾ മുതലേ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുമല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു കോഫി പോലും ഓർഡർ ചെയ്യാൻ അറിഞ്ഞൂടാ. എനിക്കെല്ലാം ചെയ്തു തന്നത് എന്റെ മാനേജറാ. എന്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ അവളും വിഷമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മിന്നും എന്നാ ശരി പൈസ എത്ര എന്നിങ്ങനെ മിന്നും ചോദിക്കുമ്പോഴാണ് യങ്ഷി ഇത് കേട്ട് സന്തോഷിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ലീ യങ്ഷിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യങ്ഷി മിന്നും കൂടെ ഇങ്ങനെ വരുന്നത്. മിന്നിനെ കണ്ടിട്ട് ലീയും ഇവരെന്തോ നിന്റെ കൂടെ, നീ ഒറ്റയ്ക്കല്ലേ വരാൻ പറഞ്ഞ്. അതിന് യങ്ഷിയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരേണ്ടി വന്ന്. ഇത് കേട്ട് ലീയും എന്നാ ശരി നീ അവളെ കൊണ്ടാക്കിയില്ലേ, നീ ഇനി വീട്ടിൽ പോയിക്കോ എന്നിങ്ങനെ അവന് മിന്നിനോട് പറയും. ഇത് കേട്ട് മിന്നും എന്നാ ശരി ഞാൻ വീട്ടിൽ പോവാ, പിന്നെ യങ്ഷിയെ വീട്ടിൽ അയക്കാൻ കുറെ ലേറ്റ് ആവരുത്, അവളെ നീ പെട്ടെന്ന് തന്നെ അയച്ചേക്കണം എന്നിങ്ങനെ അവനും പറഞ്ഞിട്ട് അവിടുന്ന് പോകും. നമ്മുടെ മിന്നി ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതും കണ്ട് നമ്മുടെ യങ്ഷിയും ഇങ്ങനെ അവനെ തന്നെ നോക്കിയിരിക്കും. അപ്പൊ ലീയും എനിക്ക് തോന്നുമ്പോൾ ഞാൻ അവളെ വീട്ടിൽ അയക്കും, നീ ആരെ എന്നോട് ഇതൊക്കെ പറയാൻ എന്നിങ്ങനെ ലീയും പറഞ്ഞിട്ട് നമ്മുടെ ലീയും യങ്ഷിയും കൂടി ഇങ്ങനെ ഒരുമിച്ച് നടന്നു പോകും. അപ്പൊ നമ്മുടെ യങ്ഷിയും നീ ഈ പാർക്ക് മൊത്തത്തിൽ അങ്ങ് വിലക്ക് മേടിച്ചോ? ഇല്ലല്ലോ, പിന്നെന്താ ആരും ഇവിടെ കാണാത്ത? അതിന് ലീയും ഞാൻ അത്രയ്ക്കൊന്നും അല്ല പൊട്ടൻ, ഈ തണുപ്പ് വേണ്ട ആരും വരാത്ത, പിന്നെ നിന്റെ ബർത്ത്ഡേക്ക് നീ എല്ലാ വർഷവും ഇവിടെ വരും എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടെ വിളിച്ച എന്നിങ്ങനെ ലീ പറയുന്ന കേട്ട് അവളും അവളുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അച്ഛന്റെ കൂടെ ഇവിടെ വരുന്നതൊക്കെ ആലോചിക്കും. യങ്ഷിയുടെ അച്ഛന് യങ്ഷിയോട് ചോദിക്കും, നിനക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നീ അഭിനയിക്കണ്ട, ഞാൻ കുടുംബത്തെ നോക്കിക്കോളാം, നീ ഇപ്പോഴേ കഷ്ടപ്പെടണ്ട എന്നിങ്ങനെ യങ്ഷിയുടെ അച്ഛനും പറയും. ഇത് കേട്ട് യങ്ഷിയും അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാ, ഞാൻ അഭിനയിക്കാൻ പോകുന്നുണ്ട്, എനിക്ക് കുറെ ഹീറോസ് എല്ലാം കാണാം, അവരൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാവോ എന്നിങ്ങനെ ഇതെല്ലാം ആലോചിച്ച് നോക്കിയിട്ട് അവളും ലീയോട് ചോദിക്കും, നിനക്ക് എങ്ങനെ അറിയാം ഞാൻ എന്റെ അച്ഛന്റെ കൂടെ എല്ലാ ബർത്ത്ഡേക്ക് ഇവിടെ വരുമെന്ന്? ഇത് കേട്ട് ലീയും എനിക്ക് നിന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം എന്നിങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് അതിനകത്ത് കയറും. ഇതെല്ലാം നമ്മുടെ മിന്നും അവന്റെ പവർ യൂസ് ചെയ്ത് അവൻ ഇതൊക്കെ കണ്ടിട്ട് അവനിപ്പോ അവന്റെ പഴയ കാര്യം അങ്ങ് ആലോചിക്കും. ഇപ്പൊ നമ്മുടെ സോഹിയും മിന്നും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ മുമ്പിൽ ഒരു വഴിയില്ലാതെ ഒരു വലിയ കുഴി ഇരിക്കുന്നത്. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ വഴിയില്ലാത്തോണ്ട് നമ്മുടെ സോഹിയും അവളുടെ ഹെയർ ക്ലിപ്പ് ഊരി നമ്മുടെ മിന്നിന്റെ കൊടുത്തിട്ട് എന്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ഗുഡ് ബൈ ഒക്കെ പറയണമെന്ന്, ഇല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടത്തില്ല. ഞാൻ ഫസ്റ്റ് സ്നോഫോൾ ഡേയുടെ അന്ന് പറഞ്ഞില്ലേ അതെല്ലാം സത്യമാണ്, അത് കള്ളമല്ല. ഞാൻ നിങ്ങളെ കാണുന്നതിന് മുമ്പ് വരെ ഞാൻ മരിച്ചാൽ മതിയെന്നായിരുന്നു എനിക്ക് വിചാരം. പക്ഷെ നിങ്ങളെ കണ്ടതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് വിചാരിക്കാൻ തുടങ്ങി. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ സോഹിയും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മിന്നി ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ രാജാവിന്റെ ആൾക്കാരെല്ലാം വന്നിട്ട് അവരെ അങ്ങ് വളയും. ഇത് കണ്ട മിന്നും അവന്റെ പവർ യൂസ് ചെയ്ത് കുറച്ചുപേരെ ഇങ്ങനെ തള്ളി മാറ്റുമ്പോഴാണ് അവൻ പെട്ടെന്ന് ഇങ്ങനെ മയങ്ങി വീഴാൻ പോകുന്നത്. കാരണം സോഹിയുടെ അച്ഛൻ അവന്റെ ഫുഡിൽ വിഷം വെച്ച് കാണും. അതുകൊണ്ട് അവനിങ്ങനെ മയങ്ങി വീഴാൻ പോകുമ്പോഴാണ് ആ സമയം നോക്കി നമ്മുടെ മിന്നിന് നേരെ അമ്പ് വിടുന്നത്. ഇത് കണ്ട് സോഹിയും ആ അമ്പെല്ലാം നമ്മുടെ മിന്നിന്റെ ദേഹത്ത് കൊള്ളാതിരിക്കാൻ അവളിങ്ങനെ അവന്റെ മുമ്പിൽ വരും. അതോടെ ആ അമ്പെല്ലാം നമ്മുടെ സോഹിയും കുത്തും. സോഹീനെ അമ്പ് കുത്തിയോടൻ മരിച്ചു വീഴുന്ന കണ്ട് നമ്മുടെ മിന്നും അവളെ പിടിച്ചോണ്ട് അവിടുന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് അവനിങ്ങനെ പറയും, എന്റെ ലൈഫില് ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾക്ക് വേണ്ടി കരയുന്നത്, പിന്നെ ഞാൻ കരഞ്ഞത് എന്റെ ഫസ്റ്റ് ലവിന് വേണ്ടിയാ. എന്റെ 400 വർഷത്തെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നിർത്താൻ ആഗ്രഹിച്ച നിമിഷം അതായിരുന്നു. എന്റെ കയ്യിൽ കുറെ പവേഴ്സ് ഉണ്ടായിട്ടും എനിക്കന്ന് അവളെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നിങ്ങനെ പറഞ്ഞ് മിന്നും വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ യങ്ഷി ലീയോട് പറയും, ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് സന്തോഷം തോന്നുന്നു, താങ്ക്സ് ലീ എന്നിങ്ങനെ അവളും പറയും. ഇത് കേട്ട് ലീയും നിനക്കിപ്പോ ഇങ്ങനെ സംഭവിച്ചതിനെല്ലാം എനിക്ക് സന്തോഷമേ ഉള്ളു, നീ വിചാരിക്കും എനിക്ക് വട്ടാന്ന്, പക്ഷെ ഇത് കാരണമല്ലേ എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കാണാൻ പറ്റിയത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് നിന്നെ ഇഷ്ടമാന്ന് ഞാൻ കോമഡി ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ നീ എന്നെ വെറുക്കുമെന്ന് വിചാരിച്ചാ ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് പറയാത്ത. പക്ഷെ ഇനിയും എനിക്ക് പറ്റില്ല. ഞാൻ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ മൊമെന്റ്സിലും ഞാൻ നിന്റെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ നീ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ എന്റെ മുമ്പിൽ കരയുന്നത് നിനക്കൊരു നാണക്കേടില്ലെന്ന്. ഇത് നമുക്ക് ലവ് എന്ന് പറഞ്ഞൂടെ? നിന്നെയും നിന്റെ ഫാമിലിയും ഞാൻ അവസാനം വരെ നല്ലോണം നോക്കും, എനിക്ക് നിന്നെ ഇഷ്ടമാ എന്നിങ്ങനെ അവനും സീരിയസ് ആയിട്ട് ചോദിക്കും. എന്നിട്ട് ലീയും പറയും, നിനക്ക് ഇപ്പൊ ഉത്തരം തരാൻ പറ്റത്തില്ലെങ്കിൽ നീ പിന്നെ പറഞ്ഞാൽ മതി. അതിന് യങ്ഷിയും വേണ്ട ഞാൻ ഇപ്പൊ തന്നെ ഉത്തരം തരാം, എന്റെ ഉത്തരം എന്നിങ്ങനെ യങ്ഷി പറയാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് അവിടെയുള്ള എല്ലാ സംഭവങ്ങളും സ്റ്റോപ്പ് ആവുന്നത്. കാരണം നമ്മുടെ മീൻ അവളും ഇങ്ങനെ പറയാൻ പോകുന്നതെല്ലാം കേട്ടിട്ട് അവനിങ്ങനെ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പാക്കി കാണും. എന്നിട്ട് അവനും ഇങ്ങനെ അവിടുന്ന് നടന്നു പോയിക്കൊണ്ട് പറയും, എന്റെ ജീവിതത്തിൽ ഞാൻ നിർത്താൻ ആഗ്രഹിച്ച കുറെ മൊമെന്റ്സ് ഉണ്ട്, പിന്നെ ഞാൻ കേൾക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനും അവിടുന്ന് പോകും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.